5 വർഷത്തിനു ശേഷം നടന്ന CSI ദക്ഷിണ കേരള മഹാ ഇടവക ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ ടി പ്രവീണിന്റെ പാനലിന് ജയം. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് സുരക്ഷയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ദക്ഷിണ കേരള മഹാ ഇടവകയുടെ ശക്തി എന്താണെന്ന് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കേരളം അറിയുമെന്ന് ടി പ്രവീൺ പ്രതികരിച്ചു. ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളും കോടതി പരിഗണനയിലിരുന്ന കേസുകളും കാരണം 2021 2024 CSI ദക്ഷിണ കേരള മഹാ ഇടവകയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് നിയമ പോരാട്ടത്തിലൂടെ ഡോക്ടർ ടി പ്രവീൺ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയായി. അതിനിടെ വോട്ടർ പട്ടികയിലെ സൂക്ഷ്മ പരിശോധനയടക്കം കോടതി നിരീക്ഷണത്തിൽ പൂർത്തിയാക്കിയ ശേഷം വൻ പോലീസ് സുരക്ഷയിലാണ് പാളയം LMS കോമ്പൗണ്ടിൽ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് നടന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയായിരുന്ന ഡോക്ടർ ടി പ്രവീൺ സെക്രട്ടറിയായും റവറൻ ഡോക്ടർ പ്രിസ്റ്റൺ ബെൻ വൈസ് ചെയർമാനായും റവറൻ ഡോക്ടർ ക്രിസ്റ്റൽ ജയരാജ് ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. സുതാര്യമായ നടപടികളിലൂടെയാണ് പുതിയ ഭരണസമിതി ചുമതലയേൽക്കുന്നതെന്ന് ദക്ഷിണ കേരള മഹാ ഇടവകയുടെ മോഡറേറ്റർ ചുമതലയിലുള്ള ബിഷപ്പ് തിമോത്തി രവീന്ദ്രൻ പ്രതികരിച്ചു. The vice chairman, Reverend Dr. Princeton Ben, the secretary, Dr. T Praveen, and the treasurer, Reverend Dr. Crystal Jairaj, as they take up this new assignment and the high calling of taking care of the diocese, the institutions, and to continue charity as they are doing until now. തെക്കൻ കേരളത്തിലെ 10 നിയമസഭാ മണ്ഡലങ്ങളിൽ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കാൻ CSI സഭയ്ക്ക് കഴിയുമെന്നും കാരക്കോണം മെഡിക്കൽ കോളേജിൽ സഭാമക്കൾക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നതിനായിരിക്കും ആദ്യ പോരാട്ടമെന്നും ഡോക്ടർ ടി പ്രവീൺ. നമ്മുടെ കഠിന പ്രയത്നം കൊണ്ട്, നമ്മുടെ കാണിക്ക പൈസ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു മെഡിക്കൽ കോളേജ്, അവിടെ സാധാരണക്കാരന്റെ മക്കൾ പഠിക്കണം. ആദ്യം എടുത്ത എഗ്രിമെന്റ് നടപ്പിലാകണം. 2018 വിവേകമില്ലാത്ത ഒരു കമ്മിറ്റി ഇരുന്ന് അതിനെതിരെ കേസ് ചലഞ്ച് ചെയ്തില്ല. അതാണ് പറ്റിപ്പോയത്. ഇന്ന് വേറെ പലരുടെയും അവകാശമായി പോയത്. പക്ഷെ ഇതിന് നമ്മുടെ അവകാശത്തെ തിരിച്ചു തരണം. അത് മാത്രമേ നമ്മുടെ പ്രയറുള്ളൂ. അതിന് മീഡിയ സഹായിക്കുമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു. പാളയം LMS കോമ്പൗണ്ടിൽ നടന്ന ചടങ്ങിൽ പുതിയ ഭരണസമിതി ചുമതല ഏറ്റെടുത്തു. ന്യൂസ് 18 തിരുവനന്തപുരം.